നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എത്യോപ്യയിൽ ഭൂചലനം 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതായി യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ അറിയിച്ചു. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം. എത്യോപ്യയിലെ സെൻട്രൽ മൗണ്ട് ഡോഫനിൽ അഗ്നിപർവ്വത സ്ഫോടനവും ഉണ്ടായി. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് പ്രദേശത്ത് അടുത്തിടെ ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടിക്കടിയുള്ള ഈ ഭൂചലനങ്ങൾ ഒരു വലിയ ദുരന്തത്തേക്കുള്ളതാണ് എന്ന ആശങ്ക ഇതിനോടകം ശക്തമാണ്. പ്രത്യേകിച്ച് ആഡിസ് അബാബയിൽ നിന്ന് ഏകദേശം 142 മൈൽ അകലെയുള്ള അവാഷ് ഫെൻഡേൽ മേഖലയിൽ സമീപ ആഴ്ചകളിൽ പ്രദേശത്ത് 1 ഡസനിലധികം ചെറിയ ഭൂകമ്പങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ ഇതിനെ ആശങ്കയോടെയാണ് നോക്കുന്നത്. അപകട സാധ്യതയുള്ള താമസക്കാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ച് അപകടങ്ങൾ തടയാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. ഭൂചലനം തുടരുന്നതും കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇത് ഉണർത്തുന്നത്. അതേസമയം മറ്റു ചില ഭൂചലനങ്ങൾ ഉണ്ടായതും കൂടി നോക്കാം. ഈ സമീപ ദിവസങ്ങളിൽ മ്യാൻമാറിൽ ഭൂചലനം. വെള്ളിയാഴ്ച റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം മ്യാൻമാറിലുണ്ടായി. സെൻട്രൽ നാഷണൽ ഫോർ സീസ്മോളജിയാണ് അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10:02 127 കിലോമീറ്റർ താഴ്ചയിലാണ് മ്യാൻമാറിൽ ഭൂചലനമുണ്ടായത്. ഇതുവരെ ഭൂചലനത്തിൽ ആളപായമോ വലിയ നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വ്യാഴാഴ്ച വൈകുന്നേരം ചിലിയിലെ കാലാമയ്ക്ക് സമീപം റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. ദോഫാർ ഗവർണറേറ്റിലെ 2 ഇടങ്ങളിൽ നേരിയ ഭൂചലനം കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തി. ഷലീം വിലായത്തിലും ഹലാനിയത് ദ്വീപുകളിലുമാണ് തിങ്കളാഴ്ച രാവിലെയോടെ ഭൂചലനമുണ്ടായത്. സുൽത്താൻ ഖാബൂ സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. റിക്ടർ സ്കെയിലിൽ 3.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സലാലിൽ നിന്ന് ഏകദേശം 190 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ്. എന്തായാലും ഭൂചലനങ്ങൾ അടിക്കടി അവിടെയിടങ്ങളിലായി ഉണ്ടാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.